വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. ഈ ഒരു വീഡിയോ ഞാൻ കുറേ ദിവസങ്ങൾക്ക് മുമ്പ് എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. അതായത് നമ്മുടെ ബേബി വീട്ടിലേക്ക് വരുന്ന ദിവസം, ഹോസ്പിറ്റലിൽ നിന്ന് ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ഒരു ദിവസം എടുത്തിട്ടുണ്ടായിരുന്നൊരു വീഡിയോ ആണ്. പക്ഷേ എനിക്ക് ഇതുവരെ ഇത് പോസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ബിക്കോസ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ തിരക്കുകളും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പോൾ ആദ്യം നമുക്ക് എൻ്റെ റൂമൊന്ന് ക്ലീൻ ചെയ്തിട്ട് ബാക്കി പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ബാക്കി പരിപാടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ബേബി ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുന്ന ദിവസമായതുകൊണ്ട് എനിക്ക് ചെറുതായിട്ടൊരു വെൽക്കമിങ് ഒക്കെ ചെയ്യണം എന്ന് ഒരാഗ്രഹമുണ്ട്. അതായത് ഡെക്കറേഷൻസ് ഒക്കെ ചെയ്തിട്ട് ചെറിയൊരു സർപ്രൈസ് കൊടുക്കണം എന്നുണ്ടായിരുന്നു. സോ സിമ്പിളായിട്ട് ഞാൻ ഒറ്റയ്ക്ക് ചെയ്തതാണ്. സോ അതിൻ്റേതായിട്ടുള്ള കുറേ എന്തൊക്കെയൊക്കെ ഉണ്ട്. ഞാൻ ഈ ഒരു ഡേ ഇൻ മൈ ലൈഫിൽ രാവിലെ എണീക്കുന്നതും പല്ല് തേക്കുന്നതും ലൈക്ക് എപ്പോഴും കാണിക്കുന്ന പോലെ എല്ലാതൊന്നും കാണിക്കുന്നില്ല. ഈ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ കാണിച്ചിട്ടുള്ളൂ. പിന്നെ ഈ ഒരു സാധനം എന്താ വെച്ച് കഴിഞ്ഞാൽ താത്താക്ക് എന്തോ ഉണ്ടാക്കി വെക്കുന്ന ഒരു സാധനമാണ്. ജീരകം എന്തൊക്കെയോ ഉണക്കാൻ പറഞ്ഞു. ഞാനത് കൊണ്ടുപോയി ഉണക്കി. എന്താ സാധനം എന്ന് എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. ഇനി നമുക്ക് സർപ്രൈസിനുള്ള ഡെക്കറേഷൻസ് ഒക്കെ ചെയ്യാം. അപ്പം ഞാൻ കുട്ടിയുടെ കുറച്ച് ഫോട്ടോസ് ഇങ്ങനെ മിനി പോളറോയിഡ്സ് ആയിട്ട് പ്രിൻ്റ് എടുത്തിട്ടുണ്ട്. കുട്ടി ഉണ്ടായിട്ട് ഒരു 5 ദിവസം കഴിഞ്ഞിട്ടാണ് വീട്ടിലേക്ക് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുവരെയുള്ള എടുത്തിട്ടുള്ള പിക്കുകളും കാര്യങ്ങളൊക്കെയാണ് ഞാനിങ്ങനെ മിനി പോളറോയിഡ്സ് ആക്കിയിട്ടുള്ളത് കേട്ടോ. പിന്നെ ഇതുവരെ നെയിം റിവീലിംഗ് വീഡിയോസ് ഒന്നും ഇട്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എനിക്ക് ചെറുതായിട്ടൊരു നെയിം റിവീലിംഗ് പോലെ എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷേ എന്നെക്കൊണ്ട് ഇതൊക്കെ തന്നെ പറ്റുള്ളൂ. അപ്പോൾ ഞാനൊരു തെർമോക്കോൾ വാങ്ങിയിട്ട് ബേബിയുടെ പേര് ഇങ്ങനെ എഴുതിയിട്ടുണ്ടായിരുന്നു. ഈ ഒരു ഐഡിയ എനിക്ക് പെട്ടെന്നാണ് വന്നിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രസത്തിലൊന്നും ചെയ്തിട്ടൊന്നുമില്ല. എന്തോ അപ്പോൾ അങ്ങനെ ചെയ്യാൻ തോന്നി, അങ്ങനെ ചെയ്തു. സംഭവം അത്ര രസമൊന്നുമില്ല, എന്നാലും ഞാൻ അങ്ങനെ ചെയ്തു. ഈ ഒരു പേര് എഴുതി വെട്ടിയെടുക്കാനായിട്ട് കുറേ ടൈം എടുത്തു കേട്ടോ. ബട്ട് എന്നാലും ഞാൻ ഭയങ്കര എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് ഇത് മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നത്. ഒന്നാമത് എനിക്ക് ഇങ്ങനത്തെ ഡെക്കറേഷൻസും അതേപോലെ തന്നെ ക്രാഫ്റ്റൊക്കെ ചെയ്യുന്നത് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് പിന്നെ എത്ര ഇരുന്നാലും എനിക്ക് മടുക്കില്ല. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമം കൊണ്ട് ഞാൻ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് കട്ട് ചെയ്തെടുക്കണം. പിന്നെ കട്ട് ചെയ്യുന്ന പരിപാടി കുറച്ച് അധികം സാറ്റിസ്ഫൈങ് ആയിരുന്നു. അതുകൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. എനിക്ക് നല്ല ഇഷ്ടമായി. പിന്നെ ഇടയ്ക്ക് ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പൊട്ടണമുണ്ടായിരുന്നു കേട്ടോ ഇതിങ്ങനെ എടുക്കുന്ന ടൈമിൽ. ഈ ഒരു പരിപാടി അത്യാവശ്യം ടൈം കൺസ്യൂമിങ് ആയിരുന്നു. പക്ഷെ എന്നാലും എനിക്ക് കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതൊക്കെ ഞാൻ ഒറ്റയ്ക്കാണ് ചെയ്തത്. ഒരാൾ പോലും സഹായിക്കാനുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ എനിക്ക് വീഡിയോ ഇടണമെന്ന് തീരെ ആഗ്രഹമൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എനിക്കത് അത്രയ്ക്ക് ഭംഗിയുണ്ടെന്ന് തോന്നണില്ല. പക്ഷെ ഞാനത് അത്രയും കഷ്ടപ്പെട്ട് ചെയ്തു. അതിൻ്റെ ഒപ്പം തന്നെ കഷ്ടപ്പെട്ട് വീഡിയോ എടുത്തതുകൊണ്ട് എനിക്കിത് ഇടാതിരിക്കാനും തോന്നണില്ല. ഒരു ബ്ലൂ തീമിലുള്ള ഡെക്കറേഷനാണ് ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനൊരു ബ്ലൂ ബെഡ്ഷീറ്റ് വിരിച്ചിട്ട് കുറേ ബ്ലൂ ആൻഡ് വൈറ്റ് ബലൂൺസൊക്കെ വാങ്ങി ഒക്കെ സെറ്റാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ റൂമിൻ്റെ ഈ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ഡെക്കറേറ്റ് ചെയ്യുന്ന വീഡിയോ എനിക്ക് എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഒക്കെപ്പാടെ എനിക്ക് ഒറ്റയ്ക്ക് പറ്റില്ല. സോ ഇങ്ങനെ കുറേ പോളറോയിഡ്സ് അവിടെ ഇവിടെയൊക്കെ തൂക്കിയിട്ടിട്ടുണ്ട്. പിന്നെ കുറേ റിബൺസ് കെട്ടി വെച്ചിട്ടുണ്ട്. ഇങ്ങനെയൊക്കെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത്. എന്തായാലും അങ്ങനെ ഡെക്കറേഷൻസ് ഒക്കെ കഴിഞ്ഞു. ഞാനൊരു കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇനി അത് വാങ്ങാൻ പോവാം. ഞങ്ങളുടെ വീടിൻ്റെ തൊട്ട് മുമ്പിലുള്ള ഒരു ഷോപ്പിലാണ് ഞാൻ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് പോയി വാങ്ങിയിട്ട് വന്നു. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ ചേച്ചി ചെയ്ത് തന്നിട്ടുണ്ട്. ഇനിയാണ് മെയിൻ പണി. നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. ഈ തെർമോക്കോൾസ് ക്ലീൻ ചെയ്യാനായിട്ട് നല്ല പണിയുണ്ട്. കാരണം എത്ര വട്ടം അടിച്ചു വരാലും പിന്നെ അത് പറന്ന് ഇങ്ങോട്ട് തന്നെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ പിന്നെ എല്ലാ റൂമിലും പോയി കിടന്നും ഇരുന്നും ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ എല്ലാവരുടെയും വൃത്തികേടായിട്ടുണ്ട്. സോ എല്ലാവരുടെയും നമുക്കൊന്ന് ക്ലീൻ ആക്കി എടുക്കാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഈ ഒരു വീഡിയോ ഇടുന്നില്ല എന്ന് വിചാരിച്ചതായിരുന്നു. പിന്നെ ഞാൻ കഷ്ടപ്പെട്ട് എടുത്തത് കൊണ്ടാണ് ഇത് ഇടുന്നത്.
സംഭവം ഇത് കഴിഞ്ഞിട്ട് എന്തായാലും ഒരു കുറേ ദിവസമായി, ഇപ്പോൾ കുട്ടിക്ക് 40 അപ്പോൾ കുറേ ദിവസമായി ഞാനിത് എടുത്ത് വെച്ചിട്ട് ഇതുവരെ ഞാൻ കളഞ്ഞിട്ടുണ്ടായിരുന്നില്ല. കളയാനായിട്ട് എനിക്ക് തോന്നുകയും ചെയ്തില്ല. പിന്നെ ഇവിടെ ചിക്കൻ കറി ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. ചിക്കൻ കറി ഞാനല്ല കേട്ടോ ഉണ്ടാക്കുന്നത്, താത്തയാണ്. അങ്ങനെ എന്നോട് അരി ഒന്ന് കഴുകി വെള്ളത്തിലിടാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ അത് ചെയ്യാമെന്ന് വിചാരിച്ചു. അത് കഴിഞ്ഞപ്പോൾ കടയിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ മൊത്തം വാങ്ങിക്കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് മൊത്തം ഒന്ന് ഓർഗനൈസ് ചെയ്ത് വെക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇങ്ങനെ വീട്ടിലത്തെ സാധനങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെക്കുന്നത് ഞാനാണ്. ബിക്കോസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഓർഗനൈസിങ്. ഇനി നമുക്ക് ഈ കണ്ട സാധനങ്ങൾ മൊത്തം അതിൻ്റേതായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഓർഗനൈസ് ചെയ്ത് വെക്കാം. ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇപ്പം തന്നെ അതിൻ്റേതായിട്ടുള്ള കണ്ടെയ്നേഴ്സിൽ ഇട്ട് വെക്കാം കേട്ടോ. ബാക്കിയുള്ള പാക്കറ്റ് വൈസുള്ള സാധനങ്ങളൊക്കെ എല്ലാം കൂടി ഒരു പാത്രത്തിൽ വെക്കും. ആൻഡ് ഇതൊക്കെ ഓരോന്നോരോന്ന് നമ്മളിങ്ങനെ കുപ്പിയിലാക്കി വെക്കുകയാണല്ലോ ചെയ്യാറ്. അപ്പോൾ നമുക്ക് അതും ചെയ്യാം. പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ എന്തായാലും ഈ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ ഈ വീഡിയോ ലൈക്ക് ചെയ്താൽ മാത്രമേ ഉള്ളൂ എനിക്ക് കുറേ വ്യൂവേഴ്സിനൊക്കെ കിട്ടുള്ളൂ, വേറുള്ളവർക്കും ഈ വീഡിയോസ് എത്തുള്ളൂ. പിന്നെ പറ്റുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നല്ല നല്ല എന്തെങ്കിലും കമൻസോ അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന ടൈമിൽ എനിക്ക് എന്താ പറയേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവാറില്ല. പിന്നെ ഞാൻ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് പറഞ്ഞു പോവുക തന്നെയാണ് ചെയ്യുന്നത്. അങ്ങനെ ഒന്നും പറയാനില്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇത്രയും സ്പീഡാക്കുന്നതും പിന്നെ കുറേ കാര്യങ്ങളൊക്കെ ഞാൻ കട്ട് ചെയ്ത് കളയുന്നുമുണ്ട്. സംഭവം ഇതൊക്കെ ഭയങ്കര ലോങ് ആയിട്ട് ഭയങ്കര ലെങ്തി ആയിട്ടുള്ള വീഡിയോസാണ്. പക്ഷെ ഞാൻ കുറേ കട്ട് ചെയ്ത് കളയുന്നുണ്ട്, പിന്നെ ഭയങ്കര സ്പീഡ് കൂട്ടുന്നുണ്ട്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എനിക്കൊന്നും പറയാനില്ല. എഡിറ്റ് ചെയ്യുമ്പോൾ ഇത് ഭയങ്കര വലിയൊരു വീഡിയോ ആയിട്ട് തോന്നും, പക്ഷേ ഇത് ഒറ്റയടിക്കിരുന്ന് കാണുമ്പോൾ കുറച്ചുള്ളൂ. കാരണം 7 മിനിറ്റ് എന്നൊക്കെ പറയുന്നത് വേഗം കഴിയും. ആൻഡ് ഇത്ര ചെയ്യാൻ തന്നെ ഞാൻ കുറേ ടൈം എടുക്കുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും പിന്നെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത്. അങ്ങനെ ലാസ്റ്റ് നമ്മുടെ ക്ലീനിങ്ങും കൂടി കഴിഞ്ഞ് നമ്മുടെ വീഡിയോ കഴിഞ്ഞു. സോ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ ക്ലീനിങ് വീഡിയോസൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ്, കമൻറ്റ് ഒന്നും മറക്കരുത്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. അതുവരേക്കും ബൈ ബൈ.